ചുവന്ന പൂക്കൾ തേടി വന്ന കിളികളെ, വന്നതെങ്ങനെന്നറിഞ്ഞാകണം. മടുത്തു ജീവിതം അടിമ തന്നെ എന്നുമേ നിനച്ച ചിന്തയിൽ പിടഞ്ഞ വർഗമോചനത്തിനായി ലാൽ സലാം 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 ലാൽ സലാം. പുരോഗമന വിപ്ലവ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സുഗമമായ പ്രവർത്തനങ്ങൾക്ക് പ്രതിബന്ധങ്ങളെ നെഞ്ചുറപ്പോടെ കീറിമുറിച്ച് വഴിതെളിയിച്ച നിരവധിയായ കർമ്മയോദ്ധാക്കളായ സഖാക്കൾ വിയർപ്പൊഴുക്കി ചോപ്പിച്ച മുള്ളൂലിൻ്റെ സമരചരിത്രത്തിൽ തൻ്റെ യൗവനം മുഴുവനും സമർപ്പിച്ച് കാലത്തിന് മായ്ക്കാനാകാത്ത വിധം വിപ്ലവ ഭൂമിയിലെ അടയാളപ്പെടുത്തപ്പെട്ട രണ്ടക്ഷരങ്ങൾ സഖാവ് CR. പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്ന സഖാവ് C. രാജീവൻ 2025 ജൂലൈ 9 ആണ് തികച്ചും അപ്രതീക്ഷിതമായി നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. സഖാവ് C. രാജീവൻ മുള്ളൂലിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാളായിരുന്നു. പാർട്ടിയുടെയും കർഷക സംഘത്തിൻ്റെയും സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ മുള്ളൂർ പ്രദേശത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ സഖാവ് രാജീവന് സാധ്യമായിട്ടുണ്ട്. പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന സഖാവ് രാജീവൻ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി നേതൃനിരയിൽ പ്രവർത്തിക്കാൻ സാധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനത്തിന് കരുത്തേകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ മുള്ളൂലിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകനായ സഖാവ് C. രാജീവൻ മരണപ്പെട്ടിട്ട് ജൂലൈ 9 ഒരു വർഷം പൂർത്തിയാവുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പുരോഗമന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സഖാവായിരുന്നു സഖാവ് C. രാജീവൻ. ദേശാഭിമാനി ബാലസംഘവും DYFIയും വർഗവിഭജന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രിയപ്പെട്ട സഖാവിനെയാണ് നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടത്. സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. സഖാവ് തുടങ്ങിവെച്ച നമ്മുടെ നാടിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മംഗങ്ങൾ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ നമുക്ക് കൂട്ടായി സാധൂകരിക്കാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന് മുഴുവൻ ആളുകളും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് സഖാവിൻ്റെ ചർമ്മത്തിൽ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഒരുപടി രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. നാടിനെ ഉലയ്ക്കുന്ന ദുരന്തങ്ങൾ അപ്രതീക്ഷിതമായി കടന്നു വരുമ്പോൾ ജനങ്ങളുടെ ശബ്ദമായി മാറുവാൻ സഖാവ് CR എന്നുമുണ്ടായിരുന്നു മുൻപന്തിയിൽ. നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവശ്വാസമായി ഒരു കാവലാളെ പോലെ ജനങ്ങൾക്കൊപ്പം നിന്ന സഖാവ്. സഖാവ് C. രാജീവൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. രാജീവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ, അത് റോഡായാലും മറ്റ് ഏത് സാന്ത്വന പ്രവർത്തനങ്ങളായാലും അതിനൊക്കെ വളരെ സജീവമായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളൊരു സഖാവായിരുന്നു. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തമുണ്ടാകുന്നത്, പ്രത്യേകിച്ച് മഴക്കെടുതികളുണ്ടാകുന്ന സമയത്ത് കയ്യും മെയ്യും മറന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് മുഴുകിയിട്ടുള്ള ഒരു സഖാവും കൂടിയാണ് C. രാജീവൻ. രാജീവൻ്റെ വിയോഗം
നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നാട്ടുകാർക്കും വലിയൊരു നഷ്ടം തന്നെയാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് കാണാൻ കഴിയും. സഖാവ് സി രാജീവൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ്. മുള്ളൂലെ പാർട്ടിയുടെയും അതോടൊപ്പം സാംസ്കാരിക രംഗത്തും സന്നദ്ധ പ്രവർത്തനങ്ങളിലുമെല്ലാം നിറസാന്നിധ്യമായിരുന്നു രാജീവൻ. രാജീവൻ്റെ വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിലും സജീവമായിരുന്ന രാജീവൻ്റെ മരണം നമ്മളെ എവരെയും വേദനിപ്പിക്കുന്നതായിരുന്നു. ഈ ഒരു വർഷം തികയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നാം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡിൻ്റെ നിർമ്മാണം കൂടി പൂർത്തീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൂടി നാം ഏവരും പുതുക്കുകയാണ്. പ്രദേശത്തെ ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന നിലയിൽ ഇവിടെ അതിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ചുകൊണ്ട് സഖാവ് രാജീവനെ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ളവരും അകലെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വീക്ഷിച്ചിട്ടുള്ളവരും ചെത്തുതൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ നിലയുറപ്പിച്ചു. സഖാവ് സി രാജീവൻ്റെ 1ാം ചരമവാർഷിക ദിനമാണ്. സി രാജീവനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഈ നാടിനകത്തെ പൊതുപ്രസ്ഥാന രംഗത്തും പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിന്ന ഒരു സഖാവാണ്. കഴിഞ്ഞ 2025 ഒരുപക്ഷെ ഈ നാടിനെ തന്നെ നടുക്കിയിട്ടുള്ള നമ്മുടെ ഈ കാലവർഷക്കെടുതിയിൽ പോലും ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു കാലത്താണ് 2025 ജൂലൈ മാസം 9-ാം തീയതി സഖാവ് നമ്മുടെ വിട്ട് ആകസ്മികമായി വേർപിരിഞ്ഞിട്ടുള്ളത്. സഖാവിൻ്റെ ജ്വലിക്കുന്ന സ്മരണയിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. സഖാവ് സി രാജീവൻ്റെ വേർപാടിന് ജൂലൈ 9-ന് ഒരു വർഷം തികയുകയാണ്. പ്രിയ സുഹൃത്ത് രാജീവൻ നമ്മോടൊപ്പം ഇല്ലെങ്കിലും ഓർമ്മകൾ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഈ പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു രാജീവൻ. രാജീവൻ്റെ വേർപാട് ഈ പ്രദേശത്തിന് തീരാ വേദനയാണ്. ഈ അനുസ്മരണ വേളയിൽ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് അനുസ്മരിക്കുന്നു. പക്ഷേ കാലം ആ വിപ്ലവകാരിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി. 2025 ജൂലൈ 9-ാം തീയതി ഈ നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ പോരാട്ട വീര്യം വിട പറഞ്ഞു. മുള്ളൂലിൻ്റെ വിപ്ലവ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത കനലായി സഖാവ് സിയാർ മാറി. ലാൽ സലാം സഖാവേ, ലാൽ സലാം. ചുവന്ന പൂക്കൾ തേടി വന്ന കിളികളെ, ചുവന്നതെങ്ങനെന്നറിഞ്ഞാകണം. മടുത്തു ജീവിതം അടിമ തന്നെ എന്നുമേ നിനച്ച ചിന്തയിൽ പിടഞ്ഞ വർഗമോചനത്തിനായി ലാൽ സലാം, 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 ലാൽ സലാം.